ാണ് നമ്മൾ എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കാം. ആ നിലയ്ക്ക് ആരിൽ നിന്നും അപശബ്ദങ്ങളോ അല്ലെങ്കിൽ ഈ കാണുന്ന കൂട്ടായ്മ ഉണ്ടല്ലോ. ഇപ്പോൾ ഇവിടെ ഈ സദസ്സുകൾ നോക്കി, ഇവിടെ ഞാനുണ്ട്, MT ഉസ്താദുണ്ട്, പാണക്കാടുള്ള തങ്ങന്മാർ, കുറേ തങ്ങന്മാർ പാണക്കാടുള്ളവർ ഇവിടെ ഉണ്ട്, കുമ്പുള്ള തങ്ങന്മാരുണ്ട്, മറ്റുള്ള ഉസ്താദന്മാരുണ്ട്. ഇവിടെ രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്ന പല രാഷ്ട്രീയ കക്ഷികളിലുള്ള പ്രവർത്തിക്കുന്ന ആളുകൾ ഇവിടെ ഉണ്ട്, മറ്റ് പല പ്രമുഖ വ്യക്തികളൊക്കെ ഉണ്ട്. ഇതൊക്കെ നമ്മളൊരു കൂട്ടായ്മയാണ്. ഈ കൂട്ടായ്മക്ക് ഒരു നിലക്കുള്ളതായ പോറലും നമ്മളിന്നുണ്ടാവാൻ പാടില്ല. ആ നിലക്ക് സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ ആശയങ്ങളും ആദർശങ്ങളിലൊക്കെ പൂർണ്ണമായി അടിയുറച്ചു നിന്നുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടവരാണ് നമ്മൾ. ഇന്ത്യ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി നമുക്ക് മതരാഷ്ട്രവാദമൊന്നുമില്ലല്ലോ. ആ മതരാഷ്ട്രവാദത്തെ നമ്മൾ അംഗീകരിക്കണമില്ല. അപ്പോൾ അതുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്. ഈ രാജ്യത്തിൻ്റെ മതസൗഹാർദ്ദത്തിന് വേണ്ടിയാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്. ഈ രാജ്യത്തുള്ള ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്. ഇതൊക്കെ സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ ലക്ഷ്യങ്ങളിൽ പെട്ടത് തന്നെയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം വിശുദ്ധമാവുന്ന ശരീഅത്ത്, ആ ശരീഅത്തിൻ്റെ അതിൻ്റെ യഥാർത്ഥ സ്വഭാവത്തിൽ ഇവിടെ നിലനിർത്തുക എന്നുള്ളതാണ്. അതിനാവശ്യമാവുന്ന വിദ്യാഭ്യാസ പദ്ധതികൾ, അതൊക്കെ സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ ലക്ഷ്യങ്ങളിൽ പെട്ടത് തന്നെയാണ്. ആ നിലയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ് സമസ്ത കേരള ജമീയത്തുൽ ഉലമ. 100ാം വാർഷികത്തോടനുബന്ധിച്ചുകൊണ്ട് പല പ്രഖ്യാപനങ്ങളും അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്, പല പ്രമേയങ്ങളുണ്ട്. അതൊക്കെ ഈ അടുത്ത 4 ദിവസത്തിൻ്റെ ഉള്ളിലായിട്ട് അത് പ്രഖ്യാപനങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ പ്രമേയങ്ങളൊക്കെ ഇവിടെ അവതരിപ്പിക്കപ്പെടുകയും അതിന് ജനങ്ങളോട് പറയുകയൊക്കെ ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലക്ക് ഈ സംഘടന എല്ലാവിധ അതിൻ്റെ പ്രൗഢിയോടുകൂടി അതിനെ മുന്നോട്ട് നയിക്കാനുള്ള തൗഫീഖ് ഇതിൻ്റെ മഹാന്മാരാവുന്ന സാദാത്തുക്കൾക്കും ഇതിൻ്റെ നേതാക്കന്മാർക്കും ഇതിൻ്റെ പണ്ഡിതന്മാർക്കൊക്കെ അള്ളാഹു നൽകട്ടെ. നമുക്കൊക്കെ അവരൊക്കെ പിന്നിൽ നിന്നും കൊണ്ടിട്ട് ഈ സംഘടനയ്ക്ക് വേണ്ട എല്ലാ ശക്തി നൽകാനുള്ള തൗഫീഖും അള്ളാഹു നൽകട്ടെ. പ്രത്യേകിച്ച് നമ്മളെ മുഷാവറ മെമ്പറായിരുന്ന കോറാട് സൈദാലിക്കുട്ടി ഫൈസി, അദ്ദേഹത്തിലേക്ക് വളരെയധികം ബുദ്ധിമുട്ടുള്ള രോഗമാണ്. ഇവിടെ നമ്മളോടൊപ്പം വരാനൊക്കെ പ്രയാസമുണ്ട്. പ്രത്യേകമായി ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. അവർക്കും അതുപോലെ നമ്മളെ മഹാന്മാരാവുന്ന പല ഉസ്താദന്മാർ, സമസ്ത മുഷാവറ മെമ്പർമാരിൽ നിന്നുള്ള ചിലരൊക്കെ രോഗികളാണ്, പല ഉമറാക്കന്മാർ രോഗികളാണ്, പല മറ്റു ബന്ധപ്പെട്ട പല രോഗികൾ. എല്ലാവർക്കുള്ള രോഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ശിഫയാക്കി കൊടുക്കട്ടെ. അല്ലാഹു അവർക്കും നമ്മൾക്കൊക്കെ ഉള്ള എല്ലാ രോഗങ്ങളെയും ശിഫയാക്കി തരട്ടെ. നമ്മൾക്കും അവർക്കൊക്കെ ഉള്ള ആഖിബത്ത് അല്ലാഹു ഒന്നാക്കി തരട്ടെ. എല്ലാവരും നന്മ ചെയ്യാനും നന്മൻ്റെ പിന്നിൽ നിന്നും കൊണ്ട് അതിനുവേണ്ട സപ്പോർട്ട് ചെയ്യാനൊക്കെയുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകട്ടെ. സുന്നത്ത് ജമാഅത്തിൻ്റെ എതിരുള്ളതായ ഏത് ശക്തികളുണ്ടെങ്കിലും ആ ശക്തികൾക്കുള്ളതായ ആശയങ്ങളും ആദർശങ്ങളൊക്കെ തുറന്നു കാട്ടിക്കൊണ്ടിട്ട് ഇവിടെ നമുക്ക് പ്രവർത്തിക്കണം. അവരെ ഇവിടുന്ന് ആട്ടി ഓടിക്കാൻ വേണ്ടിയല്ല. ഇവിടെ ഈ രാജ്യത്ത് എല്ലാവർക്കും ജീവിക്കാമല്ലോ. നമ്മൾക്ക് ഇവിടുന്ന് ആരെങ്കിലും ഇവിടുന്ന് ആട്ടി ഓടിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ അവർക്കുള്ള വികലമായ അവരുടെ ആശയങ്ങൾ നമ്മളിൽ നിന്നുണ്ടാവണം. ആദർശം ഏറ്റവും വലുതാണ്. ആദർശത്തിനെ ശക്തിപ്പെടുത്തണമെന്ന് എല്ലാവരോടും ഓർമ്മപ്പെടുത്തിക്കൊണ്ടിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മജ്ലിസിനെ കബൂൾ ചെയ്യട്ടെ. ഇവിടെ നടക്കുന്ന ഓരോ സംഗതികളെയും അല്ലാഹു കബൂൾ ചെയ്യട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊരു സാലിഹായ അമലായി കബൂൾ ചെയ്യട്ടെ. നമ്മളുടെ ഹസനാത്തിൻ്റെ റിക്കാർഡ് അല്ലാഹു ഇതിനെ രേഖപ്പെടുത്തി തരട്ടെ. ഈ സംഗമത്തിന് അല്ലാഹു വിജയിപ്പിച്ച് തരട്ടെ. ദീനിൻ്റെ ആ പ്രൗഢിയും അതിൻ്റെ പ്രഭയൊക്കെ ഇവിടെ പ്രകടമാക്കണ നിലക്കുള്ള വലിയ ചരിത്ര സംഭവമാക്കി തീർക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകട്ടെ.